നീ അവനെ കത്തിച്ചാ? എന്തോ അറിയാൻ വയ്യ. കിട്ടിയ അതിനുമ്പ് ഞാൻ വീണു. തലസ്ഥാനത്ത് ഒരു വശത്ത് ഫുട്ബോൾ ആവേശം കത്തിക്കയറിയപ്പോൾ മറ്റൊരിടത്ത് തീക്കളിയായിരുന്നു. തിരുവനന്തപുരം വെമ്പായത്താണ് ബാറിൽ സംഘർഷമുണ്ടായത്. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ അടിപിടിയാണ് ഒടുവിൽ തീയിടുന്നതിൽ കലാശിച്ചത്. ഒരാൾ എതിർ സംഘത്തിലെ രണ്ടുപേരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പൊള്ളലേറ്റ 4 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില ഗുരുതരമാണെന്നാണ് സൂചന. ബാറിന് 90% കേടുപാടുണ്ടെങ്കിലും മദ്യം സൂക്ഷിച്ചിരുന്നിടത്തേക്ക് തീ പടരാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അങ്ങനെ പുള്ളിക്കാരനും നല്ലോണം പരിക്ക് പറ്റി. ഏകദേശം നമ്മുടെ ഇവിടെ ഈ ഇതിനകത്ത് ഏകദേശം 90% ഡാമേജ് ഉണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ലിക്കറിന്റെ സൈഡിലോട്ട് പോയില്ല. അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് പെട്രോൾ ഒഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങി ഓടി. സ്റ്റാഫുകൾ ഉൾപ്പെടെ ഇറങ്ങി ഓടുക ചെയ്തത്. ഞങ്ങളെല്ലാവരും ഭയന്നു പോയി. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ വെഞ്ഞാറമൂട് SI ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും ആ സമയത്ത് തന്നെ പെട്ടെന്ന്. ബാറിലെ AC മുറിയിലിരുന്ന് മദ്യപിച്ചവർ തമ്മിലായിരുന്നു സംഘർഷം. പിന്നാലെ ഒരാൾ പെട്രോൾ വാങ്ങിവന്ന് മറ്റ് 2 പേരുടെ ദേഹത്തൊഴിച്ച് കത്തിക്കുകയായിരുന്നു. ഇതിനിടെ പെട്രോൾ ഒഴിച്ചയാളുടെ ശരീരത്തിലും തീ പടർന്നു. മുറിയിലുണ്ടായ അഗ്നിബാധ ഫയർഫോഴ്സ് എത്തിയാണ് കെടുത്തിയത്. അതേസമയം സംഘർഷത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. ബാറിലേക്ക് പെട്രോൾ കൊണ്ടുവന്ന് ഒഴിച്ച അനീഷിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.